ശ്രീ സജീവൻ, നമ്മൾ കേരളത്തിലെ ഇടതുപക്ഷ നേതാക്കളുടെ പിണറായി വിജയന്റേതടക്കം നിരവധി പ്രസംഗങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ട്. വർഗീയതയ്ക്കെതിരെ ആഞ്ഞടിക്കുന്ന, എല്ലാത്തരം വർഗീയതയ്ക്കെതിരെയും ആഞ്ഞടിക്കുന്ന, സമുദായ പ്രമാണിമാർക്കെതിരെ ആഞ്ഞടിക്കുന്ന വർത്തമാനങ്ങൾ. ഇപ്പൊ പിണറായി വിജയനെ തന്നെ മാത്രം ഉദാഹരിച്ച NSSന്റെ ജനറൽ സെക്രട്ടറി ഒരിക്കൽ ഒരു സംഭാഷണം നടത്തിയപ്പോൾ, അല്ലെങ്കിൽ ഒരു വർത്തമാനം പറഞ്ഞപ്പോൾ അതിന് തിരിച്ചായിട്ട് ഒരു ജാതി സംഘടനയുടെ നേതാവിന് ഇത്ര ഔദ്ധത്യം പാടുണ്ടോ എന്ന് പിണറായി വിജയൻ എന്ന CPM സംസ്ഥാന സെക്രട്ടറി ചോദിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ ഒരു കമ്മ്യൂണൽ പ്രസ്താവന നടത്തിയപ്പോൾ കേരളത്തിന്റെ തൊഗാഡിയാണ് എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ വളരെ രൂക്ഷമായ പദപ്രയോഗങ്ങൾ നടത്തിയിട്ടുള്ള, വർഗീയതയ്ക്കെതിരെ അതിശക്തമായ നിലപാടെടുത്തിട്ടുള്ള ഇടതുപക്ഷ നേതാക്കളെ നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവരിൽ നിന്ന് അത് ആ ആർജവത്തിൽ ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്നില്ല എന്നുള്ള വസ്തുത അവിടെ നിൽക്കുന്നു. അതേ സമയത്ത് തന്നെ പ്രതിപക്ഷ നേതാവ് ആർജവത്തോടു കൂടി പറയാനുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നു. കേരള രാഷ്ട്രീയത്തിന് ഒരു ശീർഷാസന കാഴ്ച തലകുത്തി നമ്മൾ കാണുകയാണോ? ഒരു സംശയമില്ല. കാരണം നേരത്തെ കൃത്യമായ രൂപത്തിൽ വർഗീയതക്കെതിരെ, സാമുദായികതക്കെതിരെ ശബ്ദിച്ചിരുന്ന പാർട്ടിയാണ് CPM. ഇടതുപക്ഷത്തിലെ CPI ഉൾപ്പെടെയുള്ള പാർട്ടികൾക്ക് ആ നിലപാടുണ്ടായിരുന്നു. അത് ഇപ്പോൾ തീരെ കാണുന്നില്ല എന്ന് മാത്രമല്ല, ഇപ്പറയുന്ന രൂപത്തിൽ തനി വർഗീയത പറയുന്ന വെള്ളാപ്പള്ളിയെ പോലെയുള്ള ആളുകളെയൊക്കെ ഈ തലയിലേറ്റി നടക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അത് ശീർഷാസനം തന്നെയാണ്. ഒരിക്കൽ പോലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കമ്മ്യൂണിസ്റ്റിനും ഒരു മതേതരവാദിക്കും ഒരു ജനാധിപത്യ വിശ്വാസിക്കും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഒന്നാമത്തെ കാര്യം, ഈ സതീശൻ പണ്ട് പറഞ്ഞ കാര്യം പിന്നീട് അദ്ദേഹം അതിൻ്റെ ഒരു ഡൈല്യൂട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഈ തിണ്ണനിരങ്ങലുണ്ടല്ലോ, സമുദായ നേതാക്കന്മാരുടെ തിണ്ണനിരങ്ങലിൻ്റെ ആ രീതി, അത് നമ്മുടെ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ എന്നൊഴിവാക്കുന്നോ അന്നേ ഈ നാട് രക്ഷപ്പെടുള്ളൂ. കാരണം ഇവർക്കൊക്കെ എന്താണ് ശക്തി? ഇവിടെ SNDP യോഗം പണ്ടൊരു പാർട്ടി ഉണ്ടാക്കിയിരുന്നു, SRP. അതിൻ്റെ ഗതി എന്താണെന്ന് നമുക്കറിയാമല്ലോ. അത് എത്രമാത്രം ഉപ്പ് വെച്ച കരം പോലെ എന്ന് പറയുന്ന രൂപത്തിൽ എവിടെ അലിഞ്ഞു പോയെന്നുള്ള കാര്യം നമുക്കറിയില്ല. ഇതേപോലെ തന്നെ NSSഉം ഞങ്ങൾ വിചാരിച്ചാൽ എല്ലാം നടക്കുമെന്ന് വിചാരിച്ചിട്ട് ഈ രണ്ട് സംഘടനകളും ഒരു കാലത്ത് ഈ സുകുമാരൻ നായരൊക്കെ വരുന്നതിന് മുമ്പാണല്ലോ ഉണ്ടായിട്ടുള്ളത്, ശ്രീ വെള്ളാപ്പള്ളി വരുന്നതിന് മുമ്പാണല്ലോ. എന്നിട്ട് ആ പാർട്ടികൾക്കൊന്നും നിൽക്കാൻ പറ്റിയില്ല. ഇനി വെള്ളാപ്പള്ളിയുടെ ആശീർവാദത്തോടു കൂടി ആരംഭിച്ച ഈ നായാടി മുതൽ നമ്പൂതിരി വരെ എന്നൊക്കെ പറഞ്ഞിട്ട് ആരംഭിച്ച പ്രസ്ഥാനമില്ലേ BDJS, ആ BDJSന്റെ ശക്തി എന്താണ്? അവരിപ്പോൾ ഈ BJPയുടെ നിഴലായിട്ട് ഇങ്ങനെ പോകുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ വളരെ കൃത്യമായിട്ടും അവർക്ക് തന്നെ, ഈ സമുദായ നേതാക്കന്മാർ എന്ന് പറയപ്പെടുന്ന ആളുകൾക്ക് തന്നെ അറിയാം തങ്ങൾക്ക് ശക്തിയില്ലാന്ന്. ഇവരെ പേടിച്ചിട്ട്, ഇവർക്കില്ലാത്ത ശക്തി ഉണ്ട് എന്ന് വിചാരിച്ച് അവരെ പ്രകീർത്തിച്ച് നടക്കുന്നുണ്ട് എങ്കിൽ അതാര് നടന്നാലും, LDFിലെ നേതാക്കന്മാർ നടന്നാലും UDFിലെ നേതാക്കന്മാർ നടന്നാലും അത് വളരെ മോശമാണ്. അതൊരിക്കൽ പോലും അംഗീകരിക്കാൻ പറ്റാതെ ശീർഷാസനം തന്നെ. ഇവിടെ VD സതീശൻ നേരത്തെ തന്നെ അദ്ദേഹം എടുത്ത നിലപാട് വളരെ കൃത്യമായിരുന്നു. അത് അദ്ദേഹം ഇപ്പോഴും അതിൻ്റെ ആ വാക്കുകളിലെ മയപ്പെടുത്തിയിട്ടാണെങ്കിലും ഇപ്പോഴും പറയുന്നുണ്ട്. കാരണം കിടക്കാൻ പറഞ്ഞാൽ, ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുന്ന രീതിയെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ടല്ലോ. അതിനെ പക്ഷേ ഇപ്പോൾ ഈ ഇവിടെ പൊടിപ്പാറ പറഞ്ഞ പോലെ അത് സ്ട്രാറ്റജി ഒന്നുമല്ല. അത് മറ്റ് കോൺഗ്രസ് നേതാക്കന്മാർ മിണ്ടാതിരിക്കുന്ന സ്ട്രാറ്റജിയല്ല. സതീശനെ എല്ലാവരും കൂടി, പുറമേയുള്ള ആളുകൾ കൂടി കടന്നാക്രമിച്ചിട്ട് അകത്ത് അദ്ദേഹത്തെ പുറത്ത് ചാടിക്കണം എന്നുള്ള കൃത്യമായ ലക്ഷ്യം തന്നെയാണ്. അതല്ലെങ്കിൽ ഇവിടെ ഇപ്പോൾ ഷുക്കൂർ പറഞ്ഞ പോലെ പറയാൻ, ഈ ഷുക്കൂർ പറഞ്ഞ ഞങ്ങൾ സതീശനെ ഒപ്പമാണ്, അത് രാഹുൽ ഗാന്ധിയുടെ നയമാണ്, ഇത് പറയാൻ ഇവിടെ KPCC പ്രസിഡന്റ്, കുറേയൊക്കെ മുൻ KPCC പ്രസിഡന്റുമാരുണ്ടല്ലോ, അല്ലെങ്കിൽ AICCയുടെ നേതാക്കന്മാരൊക്കെ ഉണ്ടല്ലോ, അവരാരെങ്കിലും ആർജവത്തോടു കൂടി പറയുമോ? അപ്പോൾ സതീശനെ പറഞ്ഞ് നിലനിൽക്കുന്ന വർഗീയതയുമായിട്ട് ഒരു തരത്തിൽ സന്ധിയുമില്ല എന്ന് പറയുന്നു. പക്ഷേ അതിനോടൊപ്പം നിൽക്കാൻ ഇവിടെ ഇപ്പോൾ ഷുക്കൂർ നിന്നിട്ടുണ്ട്. അദ്ദേഹം അത് എത്രമാത്രം പരസ്യമായിട്ട് പറയും നമുക്കറിയില്ല. എന്നാൽ പോലും മറ്റൊരു നേതാവും, KPCC പ്രസിഡന്റ് സണ്ണി മുതൽ ഇങ്ങോട്ടേക്ക് എടുത്താൽ ഒരു നേതാവ് പോലും പറയുന്നില്ല. അത് കോൺഗ്രസിൻ്റെ ഭയമാണ്. ഇപ്പോഴും ഈ പറയുന്ന രൂപത്തിൽ തിണ്ണം നിരങ്ങാൻ തയ്യാറായിട്ട്, നേരത്തെ ഇന്നലെ ഒരു നേതാവ് പോയതിനെ കുറിച്ച് ഇവിടെ പറഞ്ഞല്ലോ, തിണ്ണ നിരങ്ങാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ആളുകളാണുള്ളത്. അത് തന്നെയാണ് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ പരാജയവും.